ഡയറ്റ് എടുക്കണം എന്നാഗ്രഹിക്കുന്നവർക്കും ശരീരഭാരം കുറയ്ക്കണം എന്നാഗ്രഹിക്കുന്നവർക്കുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് യോഗട്ട് കേട്ടോ. അപ്പോൾ യോഗട്ടിന് പകരം തൈര് കഴിക്കാമെന്ന് വിചാരിക്കേണ്ട. രണ്ടും വൈറ്റ് കളറിൽ ഇരിക്കുന്നു വെച്ചിട്ട് രണ്ടിനും രണ്ട് ഗുണം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാ ദിവസവും കഴിക്കാം എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട് കേട്ടോ. ഇതിന് ഇന്ന പ്രായക്കാർ കഴിച്ചുകൂടാ അങ്ങനെയൊന്നുമില്ല. ചെറിയ കുട്ടികൾക്ക് വരെ നമുക്കത് കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പാലുൽപ്പന്നങ്ങളൊക്കെ കഴിക്കുമ്പോൾ അലർജിയൊക്കെ ഉള്ളവർ ഇത് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. കഴിക്കേണ്ട. ചിലപ്പോൾ അതിന് അലർജി ഉള്ളവർ ചിലപ്പോൾ ഇതും പാലിൽ നിന്ന് ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലും അലർജി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് സ്കിപ്പ് ചെയ്യുന്നത് കേട്ടോ. അല്ലാണ്ട് എല്ലാവർക്കും കഴിക്കാം. പ്രത്യേകിച്ച് ഈ പ്രായമുള്ളവരൊക്കെ ഇത് സ്കിപ്പ് ചെയ്യുകയോ വേണ്ട കേട്ടോ. കാരണം നമ്മുടെ ഒരു ഏജ് കഴിയുമ്പോൾ നമ്മുടെ എല്ലുകളുടെയൊക്കെ ബലം കുറഞ്ഞാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് എല്ലുകളുടെയൊക്കെ ബലം കൂട്ടാനൊക്കെ ഉള്ളൊരു കഴിവുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല യോഗട്ട് ഒട്ടുമിക്ക ആൾക്കാരും അധികം വാങ്ങി കഴിക്കാറില്ല. തൈര് യൂസ് ആക്കാറുണ്ട്. എന്നാൽ കഴിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ, അതിൻ്റെ ഗുണങ്ങൾ അറിയാവുന്നവർ. പക്ഷെ അതുകൊണ്ട് തന്നെ ഇനി തൊട്ട് നിങ്ങൾ യോഗട്ട് ഒരു ശീലമാക്കിക്കോളൂ. അപ്പോൾ രാവിലെ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് യോഗട്ട് യൂസ് ആക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്ത് ഫ്രൂട്ടാണോ നിങ്ങളുടെ കൈവശം ഉള്ളത് അത് ഒരു ബൗളിൽ, ഇപ്പോൾ ഞാൻ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ബൗൾ എടുക്കുക. ഇതേ അളവിലെടുക്കുക. നിങ്ങൾക്ക് എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ആഡാക്കി കഴിക്കുക കേട്ടോ. ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന കണക്ക് ഇത്രയും വിലയുള്ളത് മേടിച്ചിടണമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ കയ്യിൽ എന്താണുള്ളത്. ഇപ്പോൾ ഞാനൊക്കെ പഴമാണുള്ളതെന്ന് വെച്ചാൽ ഞാനൊക്കെ പഴമാണ് യൂസ് ആക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണുള്ളത്. ഇപ്പോൾ നമുക്ക് ബദാമുണ്ടോ അത് എല്ലാം ഇങ്ങനെ ചെറിയ പീസൊക്കെ ആക്കിയിട്ട് ഇതിട്ടിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. പഴം അങ്ങനെയല്ല. അപ്പോൾ നമുക്ക് ഇത് കഴിക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വയറ് നിറഞ്ഞിട്ടൊരു ഫീലിംഗ് ഉണ്ടാവും. വിശപ്പിനെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവുണ്ട് ഇതിന്. അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് പിന്നെ അധികം അങ്ങോട്ട് ഉള്ളിലേക്ക് എടുക്കില്ല. അതുകൊണ്ടാണ് നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഡയറ്റിന് എടുക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഫുൾ ടൈം 3-4 നേരം വെച്ച് കഴിക്കാനും പാടില്ല. ഇത് അധികം കഴിക്കാനും പാടില്ല എന്നുള്ള കാര്യം കൂടി ഉണ്ട് കേട്ടോ. അതും കൂടെ ശ്രദ്ധിക്കണം. വെറുതെ നമ്മൾ വാരി വലിച്ച് കഴിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ കഴിക്കാൻ പറ്റില്ല. ഇപ്പോൾ 1 ടൈം നിങ്ങൾക്ക് രാവിലെ നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു കമ്പനിയുടെ യോഗട്ടാണ് ഞാൻ യൂസ് ആക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് കമ്പനിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ കിട്ടുന്നത് വെച്ചാൽ അത് യൂസ് ആക്കാം. ഞാനിപ്പോൾ ഈ ഒരു കമ്പനിയുടെ ഇതാണ് യൂസ്. പ്ലെയിൻ യോഗട്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്ലെയിൻ യോഗട്ട് തന്നെ മേടിക്കണം. ആഡഡ് ഷുഗറും കളറും ഒന്നും ചേർത്ത് വാങ്ങിച്ച് കഴിക്കാൻ പാടില്ല കേട്ടോ. അത് നിങ്ങൾ ചെയ്യുകയോ വേണ്ട. അങ്ങനെ കഴിച്ചിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ ഇതിൽ ഫ്രൂട്ട്സൊക്കെ മിക്സ് ആക്കുമ്പോൾ ഷുഗർ ഒരു കാരണവശാലും ആഡാക്കരുത്. അതുകൊണ്ട് നിങ്ങളിത് കഴിക്കുന്നതിൽ ഒരു ഗുണമില്ല കേട്ടോ. നോർമലി തൈര് പോലെ പുളിപ്പുണ്ടാവില്ല ഇതിന്. പിന്നെ ഡേറ്റ് നോക്കി മേടിക്കുക. കാരണം ഇത് 1 kg ഞാനിപ്പോൾ യൂസ് ആക്കുന്ന 1 kg ആണ്. അപ്പോൾ ഈ 1 കിലോ ഒക്കെ നമ്മൾ 2-3 ദിവസം കൊണ്ടൊന്നും തീർക്കാൻ പറ്റില്ല. നമ്മൾ ഫ്രിഡ്ജിൽ യൂസ് ആക്കിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 1 മന്തൊക്കെ ചിലപ്പോൾ ഇരിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഡേറ്റ് ഇതിപ്പോൾ ഞാൻ യൂസ് ആക്കി കഴിഞ്ഞൊരു ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ 1 മന്തൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾ ആ ഡേറ്റ് ഒന്ന് നോക്കി വേണം അത് മേടിക്കുക കേട്ടോ. ഇത് 1 kg ആണ്. അപ്പോൾ അത് നിങ്ങൾ രാവിലെ നമ്മൾ കഴിക്കുക. രാവിലെ കഴിക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സൊക്കെ ആഡാക്കി കഴിക്കണം കേട്ടോ. അപ്പോൾ ആ വിശപ്പ് നിങ്ങൾക്ക് മാറിക്കോളും. പിന്നെ നിങ്ങൾക്ക് ഇൻ കേസ് വിശക്കുവാണെങ്കിൽ നമ്മൾ ഡയറ്റ് എടുക്കുന്നവരാണെങ്കിൽ ബാക്കിയുള്ള ഫ്രൂട്ട്സ് കാര്യങ്ങൾ പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ 3 ഇഡ്ഡലി ദോശ അങ്ങനെ കഴിക്കുന്നവരാണെങ്കിൽ 1 ദോശ കഴിക്കുക, 1 ഇഡ്ഡലി കഴിക്കാം. കാരണം അത് അങ്ങനെ പൊയ്ക്കോളും. കാരണം നമ്മൾ കഴിക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഞാനിത് കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആഡായി കഴിക്കാം. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മളെ ദഹനത്തെ സഹായിക്കുന്ന പ്രോബയോട്ടിക്കുകൾ, പ്രോട്ടീൻ, കാൽസ്യം, വൈറ്റമിനുകളൊക്കെ ഇഷ്ടംപോലെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലുകൾക്ക് നല്ലതാണ്, പല്ലുകളുടെ ആരോഗ്യം നല്ലതാണ്. പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് ശരീരഭാരം കുറയ്ക്കാൻ നല്ലതാണ്. പിന്നെ രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ചർമ്മത്തിന് ഏറ്റവും ബെറ്റർ ഒരു ഇതാണ് ഈ യോഗട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫേസിലൊക്കെ പുരട്ടുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ നല്ലതാണ് സ്കിന്നിന് കേട്ടോ. അപ്പം നമ്മുടെ കുടലിൽ നല്ല ബാക്ടീരിയകളെ വളർത്തുകയും ചെയ്യും നമ്മളെ യോഗട്ട്. പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് ദഹനത്തെ മെച്ചപ്പെടുത്തുന്നുള്ളൊരു കഴിവും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ കണക്ക് വയറ് നിറഞ്ഞായിട്ട് തോന്നുന്നുണ്ട് തന്നെ നമുക്ക് മറ്റുള്ള ഫുഡ് എടുക്കാൻ തോന്നില്ല. അങ്ങനെ നമ്മുടെ ശരീരഭാരം നമ്മൾ കുറയ്ക്കുന്ന കേട്ടോ. പിന്നെ നമ്മുടെ പേശികളുടെ വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്തെങ്കിലും കേടുപാടുണ്ടെങ്കിൽ അങ്ങനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ രക്തസമ്മർദ്ദം അത് നിയന്ത്രിക്കാനുള്ളൊരു കഴിവുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഉയർന്ന പ്രോട്ടീനാണ്, ഇത് ഹൈ റിച്ച് പ്രോട്ടീനാണുള്ളത്. അതായത് നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഡയറ്റ് എടുക്കുക, വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കണം, നമ്മുടെ ഡയറ്റ് എടുക്കണം. അപ്പോൾ പ്രോട്ടീൻ അധികമുള്ള ഫുഡ് കഴിക്കണമെന്നാണ് സാധാരണഗതിയിൽ നമ്മൾ പറയാറ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ യോഗട്ട് ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് കേട്ടോ.
കാരണം ഇത് ഹൈ റിച്ച് പ്രോട്ടീനാണ്. നമ്മളെപ്പോഴും പറയല്ലേ കൊഴുപ്പ് കുറച്ച് പ്രോട്ടീൻ ഉള്ള ഫുഡ് നമ്മൾ കഴിക്കണമെന്ന് സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഹൈ റിച്ച് പ്രോട്ടീനാണ്. പിന്നെ വൈറ്റമിൻസ് ഉണ്ട്, B12, B2, പിന്നെ വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ ഉപയോഗം നിങ്ങൾക്കറിയാലോ. പിന്നെ ഷുഗർ ആഡ് ചെയ്യേണ്ട, അത് പ്രത്യേകം നോട്ട് ചെയ്തോളൂ കേട്ടോ. നെഞ്ചിരിച്ചിലുള്ളവർക്ക് തൈര് ഒഴിവാക്കിയിട്ട് യോഗർട്ട് ശീലാക്കിക്കോളൂ കേട്ടോ. ഇതിന് കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനൊരു കഴിവുള്ളതുകൊണ്ട് തന്നെ നമ്മളെ ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ യോഗർട്ട് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഒരു കാരണവശാലും നിങ്ങൾ ഇത് കഴിക്കാണ്ടിരിക്കരുത്. ഞാൻ അത്രയും ഹൈ റിച്ച് പ്രോട്ടീൻ നമ്മൾ ഉള്ളിലേക്ക് എടുക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്കായിട്ട് വരുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കഴിക്കുന്നവരുണ്ട് കേട്ടോ. ഞാനത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മേടിച്ചൊന്ന് കഴിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതിന് വില അത്രയൊന്നുമില്ല. നിങ്ങളിത് സ്കിപ്പ് ചെയ്യാൻ നിൽക്കേണ്ട, നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ എൻ്റെ ചാനലിനകത്തേക്ക് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ഫുഡിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.